ഇതാണ് അവസ്ഥ. വാഹക്കുഞ്ഞുങ്ങളൊരു ഭാഗത്ത് നിൽക്കാൻ അവന്മാർ സമ്മതിക്കുന്നില്ല. വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 ദിവസത്തിലധികം ആയിട്ടോ. ഇതിന് കാരണം വേറെ ആരില്ല, നമ്മളെ വീട്ടിലെ മോൺസ്റ്റർ ഫിഷ് തന്നെ. മോൺസ്റ്റർ ഫിഷ് പറയുമ്പോൾ എല്ലാവരുടെ വീട്ടിൽ പോലെ അരാപ്പൈമ അരിക്കേറ്ററൊന്നുമില്ല കേട്ടോ. 2 കോഴിക്കാർപ്പ്, 2 നെറ്റർ, അതുപോലെ കുറച്ച് മുരടിച്ച വാളകൾ. മുരടിച്ച വാളകൾ എന്ന് പറയാൻ കാരണം അവർ വാങ്ങിച്ച സമയത്ത് തന്നെ ഫീഡ് എടുക്കാതെ ഇപ്പോഴാണ് ഫീഡ് എടുക്കൽ മര്യാദക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അവരും അഗ്രഷൻ ആയിട്ടുണ്ട്. ഇടയിൽ ഇങ്ങനെ മിന്നി പോകുന്ന പോലെ കാണാൻ പറ്റുന്നല്ലോ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ. ഇവന്മാരുടെ അഗ്രഷൻ കൊണ്ടാണോ അതോ ഇനി പെല്ലറ്റ് ഫീഡ് പറ്റാത്തതുകൊണ്ടാണോ ഈ പുലിവാഹ കുഞ്ഞുങ്ങളൊരു ഭാഗത്ത് മാറി നിൽക്കാനാണ് പതിവ്. ഇനി ഇവന്മാരെങ്ങനെയും ട്രെയിൻ ചെയ്തെടുക്കണം. മിക്കവാറും ഇവന്മാരെ സെപ്പറേറ്റ് കുളത്തേക്ക് മാറ്റേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇവന്മാർക്ക് പെല്ലറ്റ് ഫീഡ് മാത്രമല്ല കേട്ടോ, ഇറച്ചിയും അതുപോലെ തന്നെ ലിവർ കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കി. പല വീഡിയോസ് കണ്ടപ്പോൾ അതൊക്കെയാണ് അവർ ട്രൈ ചെയ്യുന്നത്. അതൊക്കെ കൊടുത്തു നോക്കി. പക്ഷെ ആൾ എന്നാലും ഒരു അനക്കില്ല. ആൾക്ക് ഭയങ്കര പേടിയാണ്. നമ്മുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒറ്റ പോക്കാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, മറ്റവന്മാരൊക്കെ നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്നുണ്ട്. ഇവന്മാരെ മൂവിലൊക്കെ പോയി നിൽക്കുക കാണുന്നുണ്ടാവില്ലേ. വീഡിയോ ക്ലാരിറ്റി അത്രയേ ഉള്ളൂ കേട്ടോ. കൂടി ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്ഥിരം വേട്ടുമൃഗം പുയര, നിങ്ങളുടെ നാട്ടിലെന്താ പറയുക, മണിര എന്നാണോ? എന്തായാലും അപ്പുറത്ത് കുറച്ചെണ്ണത്തിന് വെച്ചോ, മറ്റവന്മാരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. നമ്മൾ മോൺസ്റ്റേഴ്സിനുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റവന്മാർ ഇവർക്ക് ഇട്ടെടുക്കുന്ന കൂടി അവർ തിന്നു. കുറച്ചെണ്ണത്തിന് അവിടെ വെച്ചു കേട്ടോ. വെക്കുള്ള ടൈം ക്യാപ്പേ കിട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്കും അവന്മാരൊന്ന് അടിച്ച്. എന്തായാലും അവന്മാരിരിക്കുന്നത് നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുലിവാഹ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ മനസ്സിലായത് ഫീഡ് എടുക്കാത്തതിൽ ഫുഡ് കഴിക്കാത്ത പ്രശ്നങ്ങളല്ല, ഇവർക്ക് സെപ്പറേറ്റ് ഫുഡ് കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്. മറ്റവന്മാരുടെ അഗ്രഷൻ കാരണം തന്നെയാണ് മെയിനായിട്ട് ഇവർ ഫുഡ് എടുക്കാത്തത്. സോ മിക്കവാറും ഇവർക്ക് പുതിയ കുളം ഉണ്ടാകേണ്ടി വരും.